അൻസാരി നദവി അവർകൾ വേദിയിൽ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, വിശിഷ്ടാതിഥികളെ, പ്രിയ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ മത്സരാർത്ഥികളെ, ഖുർആനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പ്രിയ സത്യവിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുറായിലെ 52-ാമത്തെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കൽപ്പനപ്രകാരം ഒരു ആത്മാവിനെ നാം താങ്കൾക്ക് ബോധമായി നൽകിയിരിക്കുന്നു. ഗ്രന്ഥം എന്തെന്നും വിശ്വാസം എന്തെന്നും താങ്കൾക്ക് അറിഞ്ഞിരുന്നില്ല. എന്നാൽ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അതിലൂടെ നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം സന്മാർഗദർശനം കാണിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായും താങ്കൾ നേരായ പാതയിലേക്കാണ് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, അള്ളാഹു മാനവരാശിക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹവും ഏറ്റവും ദീപ്തമായ പ്രകാശവുമാണ് വിശുദ്ധ ഖുർആൻ. അത് അക്ഷരങ്ങളുടെ ഒരു സമാഹാരം മാത്രമല്ല, ഹൃദയങ്ങളെ ഉണർത്തുകയും ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചിന്തകളെ പ്രകാശിപ്പിക്കുകയും ജീവിതത്തിന് ദിശാബോധം നൽകുകയും ചെയ്യുന്ന ദിവ്യപ്രകാശമാണ്. ഖുർആൻ്റെ ആശയങ്ങൾ മാത്രമല്ല, അതിൻ്റെ പാരായണവും അതിൻ്റെ ഈണവും ശബ്ദവും ഹൃദയങ്ങളെ മാസ്മരികമായി സ്പർശിക്കുന്ന വെളിച്ചമാണ്. ആ വചനങ്ങളുടെ മധുരധാര ഈ അന്തരീക്ഷത്തിലൂടെ ഒഴുകുമ്പോൾ മനസ്സുകളിൽ സമാധാനവും ആത്മീയാനന്ദവും നിറഞ്ഞു നിൽക്കുന്നു. ഖുർആൻ മുഴുവനും പ്രകാശമാണ്. ഈ മത്സരവേദിയിൽ നിൽക്കുന്ന 43 മത്സരാർത്ഥികളും മറ്റ് ഹാഫിദുകളും ആ ദിവ്യപ്രകാശത്തിൻ്റെ വാഹകരാണ്. ആയിരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രതിഭകൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെ തങ്ങളുടെ ഹൃദ്യമായ പാരായണങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇവരിൽ 3 പേർക്ക് പ്രത്യേക അംഗീകാരം ലഭിച്ചേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിജയത്തിൻ്റെ പാതയിലാണ്. ഇത്രയും മഹത്തായ ഖുർആൻ സേവനത്തിന് നേതൃത്വം നൽകിയ ഈ അനുഗ്രഹീത വേദി ഒരുക്കിയ കുവൈറ്റ് റിയാദുസ് സാലിഹീൻ ഫാമിലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഖുർആനിൻ്റെ വെളിച്ചം ജന്മനാട്ടിലേക്ക് പകരാൻ നടത്തുന്ന അവരുടെ ഈ സേവനം അള്ളാഹു സ്വീകരിക്കുകയും സമർത്ഥമായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഈ ചരിത്ര നിമിഷത്തിന് വേദിയാകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചൂനാട് എന്ന കൊച്ചുപട്ടണത്തിലെ ഹിബാസ് ഓഡിറ്റോറിയമാണ്. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അഭിമാന കേന്ദ്രമായ ഓച്ചിറ ദാറുൽ ഇസ്ലാമിയ അറബിക് കോളേജാണ് ഇതിൻ്റെ ആതിഥേയർ. വിശ്വവിഖ്യാത പണ്ഡിതൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി ഹസനി നദ്വിയുടെ കുടുംബത്തിലെ പ്രമുഖ പണ്ഡിതന്മാരാൽ സ്ഥാപിതമായ മഹത്തായ പ്രസ്ഥാനമാണ് ദാറുൽ ഇസ്ലാമിയ. അന്താരാഷ്ട്ര ഇസ്ലാമിക കലാലയമായ നദ്വത്തുൽ ഉലമയുടെ കേരളത്തിലെ ആദ്യത്തെ ശാഖയായ ഇവിടെ നിന്നും ധാരാളം പണ്ഡിതന്മാർ പഠിച്ചിറങ്ങി ദീനിൻ്റെ മഹത്തായ സേവനം ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകാശപൂരിതമായ മഹത്തായ സദസ്സിലേക്ക് ഏവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ ഭാഗ്യവും അഭിമാനവുമായി വിനീതൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷാജഹാൻ ഹാജി ഈ പ്രൗഢമായ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയ പ്രിയങ്കനായ വ്യക്തിത്വമാണ് അദ്ദേഹം. ജ്ഞാന സദസ്സുകളെ നെഞ്ചിലേറ്റുന്ന ഈ പരിപാടിയുടെ വിജയത്തിനായി മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷാജഹാൻ ഹാജി അവരുടെ ഈ സദസ്സിലേക്ക് അങ്ങേയറ്റം ആദരവോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിനീതൻ സ്വാഗതം ചെയ്യുന്നു. പണ്ഡിതന്മാരും സാദാത്തുകളും ഈ പരിപാടിക്ക് ആത്മീയമായ ചൈതന്യം പകർന്നു നൽകിക്കൊണ്ട് വേദിയിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർക്കും സ്വാദത്തുകൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
സംഘാടകരും അണിയറപ്രവർത്തകരും ഈ മഹത്തായ വേദി ഇവിടെ ഒരുക്കുവാൻ അഹോരാത്രം പരിശ്രമിച്ച കുവൈറ്റ് റിയാദുസ് സാലിഹീൻ സംഘടനയുടെ ഭാരവാഹികൾക്കും ഓച്ചർ ദാറുൽ ഇസ്ലാമിയ അറബിക് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനും ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആലപ്പുഴ ജില്ലയിലെ കൊച്ചു പ്രദേശമായ ചൂനാട് ഹിബാസ് ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കുന്നതിന് അങ്ങേയറ്റം സഹകരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത നിഷ്കളങ്കരായ സാമൂഹിക പ്രവർത്തകർ മഠത്തിൽ ഷുക്കൂർ സാഹിബ്, ഡോക്ടർ ഷൈജു ഖാലിദ്, മാധ്യമപ്രവർത്തകൻ അബ്ദുൽ വാഹിദ് സാഹിബ്, കാഞ്ഞിപ്പുഴ ശറഫുദ്ദീൻ മൗലവി എന്നിവരെയും നമ്മുടെ ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്നതിന് കാരണഭൂതനായ എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാനായ ഉസ്താദ് മുനീർ ഖാസിമി അവറുകളും, അതുപോലെ സ്റ്റേജിൽ ഉപസ്ഥിതരായിരിക്കുന്ന ദശകല ജമിയത്തുലമയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഹസ്രത്ത് അവറുകൾ, അതുപോലെ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനായ ഉസ്താദ് അബ്ദുൽ ഷക്കൂർ ഖാസിമി, ജമിയത്തുലമ ഹിന്ദിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉസ്താദ് അബ്ദുസ്സലാം മൗലവി കാഞ്ഞിപ്പുഴ, അൽ ഹസനാത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി കോയിക്കൽ താഹിർ സാഹിബ്, അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അബ്ദുറഹീം ഉസ്താദ് കുവൈറ്റ് അവറുകൾ, നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ വളരെ ആഗ്രഹത്തോടെ പരിശ്രമത്തോടുകൂടി ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വാരി സാഹിബ് ബത്ത അവറുകൾ, അതുപോലെ പ്രിയപ്പെട്ട ഹുദവി തുടങ്ങി ധാരാളം പണ്ഡിതന്മാരും വേദിയിലിരിക്കുന്ന മഹത്തുക്കൾക്കുമെല്ലാം പ്രത്യേകമായി ഈ സമയത്ത് വിനീതൻ ദാറുൽ ഇസ്ലാമിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയരെ, ഈ ഖുർആൻ മത്സരം വെറുമൊരു മത്സരമല്ല, ഖുർആന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ്. ഇന്നിവിടെ മുഴങ്ങുന്ന ഓരോ ആയത്തുകളും നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതായി തീരട്ടെ. ഈ വിഷയത്തെ ദിവ്യവചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം, ഹൃദയത്തിൽ സ്വീകരിക്കാം, ജീവിതത്തിൽ പകർത്താം. ആ പ്രകാശം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യാപിപ്പിക്കുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അള്ളാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന വളരെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തു വന്നിരിക്കുന്ന മത്സരാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, ഉസ്താദന്മാർ, ശ്രോതാക്കളായി കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്നവർ, അതുപോലെ ഈ പ്രോഗ്രാം ലൈവായി അന്താരാഷ്ട്ര തലത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സേവകന്മാർ, അതുപോലെ അധ്യാപികമാർ, വനിതകൾ, ഉസ്താദമാർ എല്ലാമുണ്ട്. അവരെയൊക്കെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.